മാപ്പിളപ്പാട്ടിനെ നശിപ്പിച്ചു എന്നാണ് എന്നെക്കുറിച്ച് അന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നെക്കുറിച്ചല്ല, അന്ന് വന്നിട്ടുള്ള ഒരുവിധം എല്ലാവരെക്കുറിച്ചും. അപ്പം ഞാൻ മാത്രമേ അതിന് മറുപടി പറഞ്ഞിട്ടുള്ളൂ. മാപ്പിളപ്പാട്ടാണോ എനിക്ക് തോന്നുന്നു കൂടുതൽ ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പേരുകളും പാടുമ്പോൾ അത് മാപ്പിളപ്പാട്ട് എന്നുള്ള രീതിയിലേക്ക് ഞാനതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റായി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒരു ആൽബം മീഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ അതിന് മുമ്പ് ആൽബം എന്ന് പറഞ്ഞ് മലയാളത്തിൽ കാണുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലളിതഗാനങ്ങളാണ് കുറേ വന്നിട്ടുള്ളത്. അതിൽ പിന്നെ നമ്മളെ മധുമഴ ആയിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ആ ഏരിയയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള മലബാറിൽ നിന്ന് വന്നിട്ടുള്ള മനോഹരമായ മധുമാഷിൻ്റെ മധുമഴ എന്ന് പറഞ്ഞ അമ്മക്കുയിലേ ഒന്ന് പാടൂ അമ്മിഞ്ഞപ്പാലിൽ ഒന്ന് നീരാടിക്കോട്ടെ ഉറക്കമില്ലമ്മേ ഉറങ്ങാൻ നിന്റെ താരാട്ടു കേട്ടൊന്നു മയങ്ങാൻ, അങ്ങനെ തുടങ്ങുന്ന കുറേ നല്ല പാട്ടുകളുള്ള മധുമഴ. അതൊരു ലളിതഗാനം സ്റ്റൈലിൽ അങ്ങനെ വരുന്നു. പിന്നീട് ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ്റെ കുറേ നല്ല പാട്ടുകൾ, ജയേന്ദ്ര സാറിൻ്റെ കുറേ ഇതിൽ നിന്ന് ഒക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് മലബാറിൻ്റെ ഒരു മൊഞ്ച് ഇശലിൻ്റെ ഈണങ്ങളിൽ കൊണ്ടുവരികയും എന്നാൽ വരികളും ഓർക്കസ്ട്രേഷൻ സ്റ്റൈലും പുതുമുള്ളതാവണം. ഉദാഹരണത്തിന് പറയാം, എൻ്റെ രണ്ടാമത്തെ വർക്ക് മൂന്നാമത്തെ വർക്ക് സ്വപ്നമായതിൽ രൂപ എന്ന് പറഞ്ഞ വർക്കിൽ പിന്നെ പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണേ നീ മുത്തുമാല കോർത്തു വച്ചതാർക്കു വേണ്ടി സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത കൽബിൽ ഈ ഇഷ്ടമാകെ കാത്തു വച്ചതാർക്കു വേണ്ടി എന്നുള്ള പാട്ട്. ഇത് 6/8 തെക്കട്ട നമ്മളിങ്ങനെ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തബല ഡോല് ഇതാണ് റിതം സൈഡ് ഉണ്ടാവും, പിന്നെ ഒരു കിക്ക് ഉണ്ടാവും ആകെപ്പാടെ. ഞാൻ ശശിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ശശികൃഷ്ണയാണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഞാൻ ആഗ്രഹിച്ച ഒരു ആൽബം മീഡിയയുടെ ഒരു പാറ്റേണിന് വേണ്ടി ഓർക്കസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ശശിയേട്ടനാണ്. ശശിയേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കിതിൽ തകില്, നാസുരം, ഈ പറഞ്ഞ നഗര തുടങ്ങിയ എല്ലാ ഐറ്റംസും വേണം. എന്നിട്ട് നമ്മളൊരു റെഫറൻസ് കൊടുക്കും, ഈ സാധനം ഇങ്ങനെ വേണമെന്നുള്ളത്. അപ്പം രാജാ സാറിൻ്റെ പാട്ടുകൾ, മാങ്കുയിലെ പോലത്തെ പാട്ടുകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റൈൽ ഓഫ് റിത്തം. അപ്പം തനുചേട്ടൻ പെട്ടെന്ന് മനസ്സിലായി, മൂപ്പർ ഉടനടി തകിലും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റക്കട ഇങ്ങനെ മതിയോ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അപ്പം പലരും നമ്മളെ കൂടെ ഉള്ളവരിക്കടാ ഇതിനകത്ത് നമ്മളെ മാപ്പിളപ്പാട്ടിൻ്റെ സ്റ്റൈലുള്ള പാട്ടിൽ ഈ തകിലും നാദസ്വരമൊക്കെ ഞാൻ പറഞ്ഞ അതിനാണ് ഞാനിത് ചെയ്തു വെക്കുന്നത്. അതായത് ഇത് മാപ്പിളപ്പാട്ടല്ല, ഇത് മാപ്പിളപ്പാട്ടാന്ന് തെറ്റിദ്ധരിച്ചത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിന് ടാക്സ് ഇല്ലല്ലോ, ടാക്സ് ഇല്ല. ഈ ഫോക്ക് ഇനത്തിൽ പെടുന്നതല്ലേ, നാടൻ കലകളിലുള്ള. അപ്പോൾ ഈ പറഞ്ഞ വിപണിയിൽ ഇതിറക്കുമ്പോൾ ആൽബത്തെ ആരൊക്കെയോ മാപ്പിളപ്പാട്ടുകൾ എന്ന് ലേബിളിൽ എഴുതി വെച്ചതാണ് പ്രശ്നം. അപ്പോൾ പിന്നീട് അതില്ലാണ്ടായി കേട്ടോ. പിന്നീട് നമ്മൾ കലാലയം, നീ എൻ്റെ ഇതിൽ അങ്ങനത്തെ പാട്ടുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്, ഗാലറി വിഷൻ്റെ ഒക്കെ വർക്കുകൾ വരുമ്പോഴത്തേക്ക് മാപ്പിളപ്പാട്ടുകൾ എന്നുള്ള സാധനം നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം അത് വേറെ തന്നെ ഒരു കാറ്റഗറി കിടക്കുകയാണ്. മാപ്പിളപ്പാട്ടിൽ ഞാൻ പാട്ട് ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ താജ്ദാര മദീന പോലത്തെ ഡിവോഷണൽ സൂഫി ലൈനിലുള്ള കുറച്ച് സാധനങ്ങൾ, അങ്ങനത്തെ മെസ്സേജസ് ഉള്ള മാപ്പിളപ്പാട്ടിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇതിപ്പം ഇന്നതേ പെടുത്താൻ പറ്റില്ലെങ്കിൽ ഇന്ന ആൾക്കാരാണ് തീരുമാനിക്കുക എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് ആൾക്കാർ മാത്രം ധാരണയാണ്. ഓഡിയൻസിന് എങ്ങനെയാണിത് ഓക്കെ ആകുന്നതുള്ളതാണല്ലോ ആസ്വാദകൻ്റെ മൈൻഡിൽ. പിന്നെന്താണ്, അല്ലാതെ ഈ ഒരു ടേബിളിന് ചുറ്റും ഒരു കമ്മിറ്റി ഉണ്ടാക്കി 4 ആൾക്കാർ വിലയിരുത്തിയിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, അതില്ല ഇതില്ല, അതൊന്നും നിർണ്ണയിക്കാൻ ഇവിടെ ആരും ആയിട്ടില്ല. അങ്ങനെ ഒരു നിർണയം പോയ കാലത്തെ മഹാരഥന്മാരാരും ചെയ്തു വെച്ചിട്ടുമില്ല. പിന്നെ ഓരോ സ്റ്റൈൽ ഓഫ് ഓരോ വിഷയങ്ങൾക്ക് ഓരോ സ്റ്റൈൽ ഓഫ് സിംഗിങ് ഉണ്ട്. ഇപ്പം പടപ്പാട്ട്, മാപ്പിളപ്പാട്ടിനകത്ത് തന്നെ പല പിന്നെ നൂൽ മധുഹും മാലപ്പാട്ടുകൾ, ബൈത്തുകൾ, അങ്ങനെ നാത്തുകൾ, കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ പടപ്പാട്ട് എന്ന് പറയുന്ന സാധനം മോയിൻകുട്ടി വൈദ്യരും അങ്ങനത്തെ ആളുകളൊക്കെ എഴുതിയിട്ടുള്ള സാധനങ്ങൾ പോകുന്നതൊരു വേറെ പാറ്റേണാണ്. അതും മാപ്പിളപ്പാട്ടാണ്. ഇപ്പുറത്ത് ജനങ്ങളെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ചും പിന്നെ
എന്താ പറയുക, ഈ സ്ത്രീധന പ്രശ്നം വന്നപ്പം നാത്തൂന്മാരെ പൊന്നു നാത്തൂന്മാരെ, അത് നമ്മളെ പൊറാട്ട് നാടകങ്ങളൊക്കെ ഇല്ലേ, അതിൽ നിന്നുണ്ടായതാണ് ആ പാട്ട്. അപ്പം എല്ലാത്തിനെയും കൊണ്ടുവച്ച് ഉൾക്കൊള്ളിച്ച് എല്ലാ വിഷയങ്ങളും പറഞ്ഞ ഒരു സ്ഥലമാണ് മാപ്പിളപ്പാട്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് വേണമെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെ എടുക്കാം, ഇതും മാപ്പിളപ്പാട്ടാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ആ അവകാശവാദം ഉന്നയിക്കുന്നേ ഇല്ല. ഇതിനെ ആൽബം മീഡിയയായിട്ട് മാത്രം കാണുക നമ്മളൊക്കെ സമർപ്പിക്കുന്ന സാധനം. അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടി ഇതാണ്. നമ്മളൊരിക്കലും ഇന്ന ആളെ ശൈലിയിൽ ഞാൻ കുറച്ച് പാട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് വന്ന ആളല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നോൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് അന്ന് കുറച്ച് സാധനം ഇറങ്ങലുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 4/4 ഒക്കെ പാറ്റേൺ ബീറ്റ് ഇടും, അല്ലെ 6/8 പാട്ടുകളാണ്. അങ്ങനെ നേരത്തെ ഒരു 10 മിനിറ്റ് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പോകും. പാട്ടുകൾ, പഴയ പാട്ടുകൾ ഇങ്ങനെ കോർത്ത് പാടിക്കൊണ്ടിരിക്കും, ഒരേ റൂട്ടിലുള്ള കുറച്ച് പാട്ടുകൾ, ഉടനെ ജുമൈലത്തൊക്കെ പോലെ. നമ്മൾ ദിൽഹേ ഫാത്തിമ 20 കൊല്ലം മുമ്പ് 2006 ചെയ്യുമ്പോൾ ഞാനും ജലാലിൻ്റെ അടുത്ത് പറയുന്നത്, ജലാലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്, ഞാൻ പറയുന്നത് നമുക്കിത് തേജേട്ടൻ്റെ അടുത്ത് പോയിട്ട് വേറൊരു സ്റ്റൈലിൽ ചെയ്യണം. അതായത് വെസ്റ്റേൺ ബീറ്റ് ബോക്സും ഹിന്ദുസ്ഥാനി കൾച്ചറിലുള്ള കുറേ ഇൻസ്ട്രുമെൻ്റൽ പരിപാടികളും, എന്നാൽ പോയ കാലത്തും ഇന്നൊക്കെ അന്ന് ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഫ്രഷായിട്ടിരിക്കുന്ന ഫാത്തിമ പോലത്തെ, സാജിദ പോലത്തെ പാട്ടുകളും, പിന്നെ മൂസഖാൻ്റെയും ഷെരീഫ് ഖാൻ്റെ ഒക്കെ പഴയ പാട്ടുകൾ, പീർ ഖാൻ്റെ ഒക്കെ, ഇതെല്ലാം ചേർത്തുകൊണ്ട് കൊണ്ടുപോകണം. പക്ഷേ ഇത് പക്ക ഇതിൻ്റെ പ്രോഗ്രാമിങ് സ്റ്റൈൽ മാറ്റണം, വെസ്റ്റേൺ ആക്കണം. അതാണ് നമ്മൾ കൊണ്ടുവന്നത്. അല്ലാതെ പണ്ടുണ്ടായിരുന്ന ശൈലിയിൽ തന്നെ പോകാനാണെങ്കിൽ ഞങ്ങൾക്ക് മറ്റേ പാറ്റേണും വെറുതെ ഒരു 4/4 ബീറ്റ്സ് വിട്ടിട്ട് വെറുതെ അതിൻ്റെ മുകളിൽ കുറച്ച് പാട്ട് പാടി നോൺ സ്റ്റോപ്പ് ഇറക്കായിരുന്നു. നമ്മൾ പുതുമ എന്ത് കണ്ടെത്തുന്നുള്ള, പുതിയതായിട്ട് ഇതിൽ എന്താണ് ഒരു സ്പേസ് ഉള്ളത് മ്യൂസിക്കിൽ ഇപ്പോഴും. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നമ്മൾ സിനിമാറ്റിക് ആയിട്ടുള്ള മാപ്പിള പാട്ടുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പോപ്പിലേക്ക് പോയില്ലേ, ഇത് അതിൻ്റെ പ്രോഗ്രാമിംഗ് സ്റ്റൈൽ മുഴുവൻ, അല്ലേ? അപ്പോൾ ആളുകൾക്ക് അത് സ്വീകാര്യതയാണ്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാ കലകളും ആവശ്യപ്പെടുന്നത് അനിവാര്യമാണ്. കാലാനുസൃത മാറ്റങ്ങൾ ആസ്വാദകർക്ക് സംഗീതത്തിൽ നിർബന്ധമായിട്ടു മാറ്റാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കാൻ ഇത് പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസത്തിന്റെ വേദമൊന്നുമല്ലല്ലോ. ഇതൊരു കലയാണ്. തീർച്ചയായിട്ടും ആ മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നത്, അല്ലാണ്ട് ഒന്നിനെ പിന്തുടരല്ല. ഷാഫി, താജുദ്ദീൻ വടകര, നിങ്ങൾ കുറച്ച് പേരുടെ ഒരു വലിയ സക്സസ് സമയം, അപ്പം ആ സ്റ്റാർട്ടിങ് സമയമുണ്ട്, ഇപ്പോൾ ദിൽഹേ ഫാത്തിമ, ആ ഒരു സമയം കഴിഞ്ഞ് അതിനെ പിന്തുടർന്ന് കെട്ടുകണക്കിന് മുസ്ലിം റിലേറ്റഡ് ആയിട്ടുള്ള ആൽബംസ്, മാപ്പിള സോങ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാതെ നമ്മൾ കേൾക്കുമ്പോൾ അറിയാമല്ലോ, വാക്കുകൾ വരികൾ കേൾക്കുമ്പം അറിയാം നമുക്കിത് ആരായിരിക്കും എന്തായിരിക്കും എന്നുള്ളത്. ഇപ്പം അതല്ലാതെ കുറച്ച് പർട്ടിക്കുലർ, ഇപ്പം ചക്രമുത്ത്, മണിമുത്ത്, അങ്ങനെ കുറേ വാക്കുകൾ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഇതിൻ്റെ വരികളുടെ, എനിക്ക് സംഗീതത്തെ പറ്റി അത്ര നോളജ് ഇല്ല, പക്ഷേ ഈ ഒരു മീറ്റർ പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് വരികളുള്ള ഒരുപാട് സോങ്ങുകളിലെ കുത്തൊഴുക്കുകൾ വന്നു. അപ്പം അങ്ങനെ ആ ഒരു കാറ്റഗറി വന്നപ്പോൾ ആൾക്കാർ തന്നെ എന്താണ് ഒരുപാട് ഈ നിങ്ങളുടെ പാട്ടുകൾ മാറി ഇതെല്ലാം ഒരുമിച്ച് കണ്ട് അതിൻ്റെ ഒരു ലെവൽ താഴെ പോകുന്ന രീതിയിലേക്ക് ഒരു സമയത്ത് എത്തിയിരുന്നു. ഞാൻ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. ഇത് കുറേ കഴിയുമ്പോൾ തട്ടിക്കൂട്ടി വരികൾ എഴുതി അങ്ങനത്തെ നിങ്ങളെ പിന്തുടർന്നാണ് ഈ പാട്ടുകളൊക്കെ വന്നത്. ഇതിൻ്റെ ഒരു സ്വീകാര്യത ഈ ഒരു ഇൻസിഡൻ്റൊക്കെ കുറച്ചൊക്കെ ഒന്നും മങ്ങിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു. അല്ലല്ല, എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, തുടക്കത്തിലേ മനസ്സിലായി. 2 തരം പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. 2 തരം ആളുകളാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഞാൻ ആവേശ് കുമാറുകൾ എന്നൊക്കെ പറയുന്ന മാതിരി പൂതി തീർക്കൽ ആൾക്കാർ ഇതൊരു എളുപ്പം മീഡിയ ആക്കി മാറ്റി. ഗൾഫിൽ നിന്ന് ഒരാൾ വരുന്നു, അപ്പോൾ അവനെ പ്രൊഡ്യൂസർ ആക്കുന്നു. അപ്പോൾ അവൻ പ്രൊഡ്യൂസർ ആകുന്നതിൻ്റെ ഉള്ളിൽ വേറെ കുറേ ഉദ്ദേശങ്ങളുണ്ട്. ഇതിൻ്റെ വീഡിയോ ചിത്രീകരണ വേളയിൽ കുറച്ച് പെൺകുട്ടികളെ കാണാം, പറ്റിയാൽ അവരൊരു ബന്ധം സ്ഥാപിക്കാം, അതിന് അഭിനയ സാധ്യത വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ പൂതി തീർക്കൽ കുറച്ച് ടീം ഇറങ്ങി. ഇതിനെ തടയിടാനോ അല്ലെങ്കിൽ ഇതിന് ഇങ്ങനത്തെ ചിട്ടവട്ടകളോ ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഒരു സംഘടിതമായ സംഘടന അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കാനുള്ളൊരു ശ്രമം നടത്തിയപ്പോൾ തന്നെ ഞാനീ പറഞ്ഞ രണ്ടാമത്തെ, ഇപ്പോൾ പറയാൻ പോകുന്ന രണ്ടാമത്തെ കാറ്റഗറി ടീം അതിൻ്റെ ഇടയിലും വന്ന് അലമ്പുണ്ടാക്കി. തടയിട്ടതല്ല, അവരിതിനകത്ത് കയറി ഇരുന്നുകൊണ്ട് തന്നെ ഇതിനെ ചിന്ന ഭിന്നമാക്കി കളഞ്ഞ്. രണ്ടാമത്തെ ടീമാണ് പോയ്സൺ. മറ്റൊരു പൂതി തീർത്തതാണ്. അവരൊന്നോ രണ്ടോ വർക്ക് ചെയ്തോ അവരൊക്കെ പോയി ബഹളത്തിൽ. ശല്യമില്ല, കുറച്ച് കോമഡി നമുക്ക് കിട്ടിയെന്നുള്ളതാണ്.
അപ്പം നമ്മളെ കാണുമ്പോൾ ചിരിക്കുക ഞാനും ആൽബംകാരനാന്ന് പറയുമ്പോൾ ഓക്കേടാ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കുകയും ചെയ്യും. അവരെ കൊണ്ട് ഉപദ്രവമില്ല, അവർ പൂതി തീർത്തവരാണ്. രണ്ടാമത്തവന്മാരാണ് വിഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു മീഡിയ സിനിമയ്ക്കൊക്കെ സമാന്തരമായിട്ട് ഇങ്ങനെ വന്നിട്ട് ചെറിയ ബഡ്ജറ്റിൽ വലിയ ഓഡിയൻസിനെ ഉണ്ടാക്കാൻ തുടങ്ങി. അതിൻ്റെ പിന്നെ എന്താ പറയേണ്ട ആളുകളായിട്ട് ഹീറോസായിട്ട് നമ്മളെപ്പോലെ കുറച്ച് ആളുകളെ ഇവർക്ക് പ്രിയപ്പെട്ട അവരെ വീട്ടിലെ എല്ലാ ചടങ്ങുകൾക്കും അവരെ ക്ലബിൻ്റെ പരിപാടിക്കും ഉത്സവ പരിപാടിക്ക് വരെ നമ്മൾ വിളിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. മറ്റവൻ്റെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരെ അന്നം മുടങ്ങാൻ തുടങ്ങി.